നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, നമ്മളൊരു വാക്യൂം ക്ലീനർ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലേ. ഈ വാക്യൂം ക്ലീനർ നമ്മളൊന്ന് പൊളിച്ചു നോക്കാൻ പോകട്ടോ. ചില പരാതികൾ ഉണ്ടായിരുന്നു, ഇതിന് ബാക്കപ്പ് കുറവാണെന്നുള്ളത്, ബാറ്ററി ബാക്കപ്പ് കുറവാണ്. നമ്മളെന്തായാലും നോക്കാൻ പോയി ഇതിൽ ഏത് തരത്തിലുള്ള ബാറ്ററിയാണ്, എത്രത്തോളം ബാക്കപ്പ് കിട്ടുന്നുണ്ട്. എത്രത്തോളം ബാക്കപ്പ് കിട്ടുന്നുണ്ടെന്നുള്ളത് ഞാൻ തന്നെ തെളിയിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാർ ക്ലീൻ ചെയ്യാനും മറ്റും അന്നത്തെ ആ വീഡിയോയ്ക്കുള്ള മൊത്തം ഒറ്റ ചാർജിങ്ങിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് അത്യാവശ്യമുള്ള ബാക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പൊളിച്ചു നോക്കിയതിന് ശേഷം പരിശോധിക്കാം. ഇതിൻ്റെ മോട്ടർ എങ്ങനെയാണെന്ന് നോക്കാം, ബാക്കി കാര്യങ്ങളെല്ലാം അതിലൂടെ പഠിക്കാം. അപ്പോൾ നേരെ നമുക്ക് വർക്ക്ഷോപ്പിൽ വെച്ച് കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ആദ്യം നമുക്കിതിൻ്റെ ബ്രഷ് ഡിസ്കണക്ട് ചെയ്യാം. ഓരോന്നും കൂടെ ഇരിക്കട്ടെ. അതിനുശേഷം ഇത്രയാണ് ഇതിൻ്റെ മോട്ടർ വരുന്ന ഭാഗം. മോട്ടർ അയച്ചു നോക്കാം. ഓരോ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കഴിച്ചെടുക്കാം. ജാവ സിമ്പിളാന്നൊക്കെ പറയുന്ന പോലെ, പവർഫുള്ളാന്നൊക്കെ പറയുന്ന പോലെ ഇതിൽ വേറെ ഒന്നുമില്ല, ഒരു മോട്ടറാണുള്ളത്. ഇതാണ് അതിൻ്റെ മോട്ടർ വന്നിട്ടുള്ളത്. ഈ വീലിലൂടെയാണ് എയർ നമുക്ക് വലിച്ചു വരുന്നത്. ബാറ്ററി ഒന്നും കുഴപ്പം പറയാനൊന്നും ഇല്ല കേട്ടോ. 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. നമ്മുടെ പവർ ബാങ്കിലൊക്കെ വരുന്ന ടൈപ്പ് ബാറ്ററിയാണ്. പിന്നെ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബോർഡ്. ഇത്രേ ഇതിലുള്ളൂ. ഏതൊരു വാക്യൂം ക്ലീനറിലും നമുക്ക് ഈ ഒരു സെറ്റപ്പ് തന്നെ ആവശ്യമുള്ളൂ. ഇതിലൊരു മോട്ടർ വരുന്നുണ്ടാവും സാധാരണ രീതിയിൽ. ആ മോട്ടറിൻ്റെ പവർ കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ വാക്യൂം ക്ലീനർ എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആണ്. ഇതിനിപ്പോൾ ഈ ബാറ്ററി നമുക്ക് ഓൺലൈനിലെല്ലാം വാങ്ങാൻ കിട്ടുന്ന കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഒരു എത്ര രൂപയുണ്ടെന്നുള്ളത് നമുക്ക് പരിശോധിച്ചതിന് ശേഷം ഞാൻ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതുപോലെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലെ സെറ്റപ്പ് ഇത്രയേ ഉള്ളൂ. ഇത് നല്ലൊരു ബാറ്ററിയാണ്, കണ്ടിട്ട് കുഴപ്പമില്ല. ഈ ബാറ്ററിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. മോട്ടറും കാര്യമെല്ലാം ഓൺലൈനിൽ കിട്ടും. നമുക്ക് മെയിനായിട്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ ബാറ്ററി ബാക്കപ്പ്, അതേപോലെ അതിൻ്റെ മോട്ടർ, ഇതൊഴിച്ച് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഇതിലെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിൻ്റെ രീതിയാണ്. ഇത് കണ്ടോ, ഇതിലൂടെ എയർ നമുക്ക് സക്ക് ചെയ്ത് വലിക്കുമ്പോൾ ഈ ഒരു നല്ല ഫിൽറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്ത് ഈ മോട്ടറിന് അതിൻ്റേതായ പവറും ഉണ്ടെങ്കിൽ ഈ വാക്യൂം ക്ലീനറിൻ്റെ വർക്കിംഗ് കറക്റ്റായി. ഇത്രയും ചെറിയൊരു മോഡലിൽ നമുക്ക് തരാൻ പറ്റുന്നത് അത്ര തന്നെ ഉള്ളൂ. ഇതിനിപ്പോൾ ബാറ്ററിൻ്റെ ബാക്കപ്പ് എന്ന് ഉള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ ചൈനയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കി വരുന്ന ഓരോ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ചില പ്രോഡക്റ്റിന് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ബാറ്ററിയിൽ എന്തെങ്കിലും രീതിയിൽ കംപ്ലൈൻറ്റ് ഉണ്ടാവും. അത് നമുക്ക് റിട്ടേൺ ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റി മേടിക്കുകയോ ചെയ്യാം. പക്ഷേ അപ്പോൾ അത് എല്ലാ പ്രോഡക്റ്റിനും നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. എനിക്ക് കിട്ടിയ ഇത് കുഴപ്പമില്ല. നമുക്ക് ഇതിലെ ബാറ്ററിക്ക് റീപ്ലേസ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ബിൽഡ് ക്വാളിറ്റി ഒന്നും അത്ര മോശം എന്ന് പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചൈനയാണ്, അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ചെറിയ ഉപയോഗത്തിനല്ല ഇത് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. നമുക്കൊന്ന് അയച്ചു നോക്കണമെന്നുണ്ടായിരുന്നു, അത് നിങ്ങളെ കാണിച്ചിട്ട് തന്നെ നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സാധനങ്ങളുള്ളത്. ഇത് കണ്ടോ, ഈ ഒരു പൈപ്പ്, ഇത്രയൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇതാട്ടോ, ഇപ്പോൾ നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. വേണമെന്നെങ്കിൽ ഇനിയും നിങ്ങൾക്ക് മേടിക്കാം. ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റിലും പിൻ ചെയ്യുന്നുണ്ട്. ഈ ചെറിയ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കമൻറ്റൊക്കെ നമുക്ക് വളരെ കുറവാണ്. നിങ്ങളുടെ ഓരോ കമൻറ്റുകളും നമുക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ ചെയ്യാം.
അപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.